ഞാനിപ്പോഴത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ഇന്നത്തെ യാത്ര കർണാടകയിലെ കുദ്രേമുഖ്, നേത്രാവതി എന്നീ ട്രക്കിങ്ങിനാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും മനോഹരമായ 2 ട്രക്കിങ്ങാണ് കുദ്രേമുഖും നേത്രാവതിയും. അതുപോലെ തന്നെ മൺസൂൺ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള മെയിൻ സ്പോട്ടുകൾ കൂടിയാണിത്. മൺസൂൺ സമയത്ത് ഇവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും മനോഹരമാണ് മൺസൂണിലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് മൺസൂൺ സമയത്ത് ഈ ഒരു ട്രക്കിങ്ങിനായി വരുന്നത്. കുദ്രേമുഖിലേക്കും നേത്രാവതി പീക്കിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നും അതേപോലെ ബാംഗ്ലൂരിൽ നിന്നുമെല്ലാം നിരവധി പാക്കേജുകൾ ലഭ്യമാണ്. പക്ഷേ ഞാൻ പോയത് പാക്കേജ് ഒന്നുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡയറക്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിന് വരുന്നതിന് മുന്നേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ടിക്കറ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറഞ്ഞുതരാം. സമയം രാത്രി 11:30 ആവാനായി. നമുക്ക് ആദ്യം മംഗലാപുരത്തേക്ക് എത്തണം. എറണാകുളത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 11:30 മാവേലി എക്സ്പ്രസ്സിലാണ് ഞാൻ മംഗലാപുരത്തേക്ക് പോയത്. ആ ഒരു ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 8:15 മംഗലാപുരത്തേക്ക് എത്തും. പിന്നെ ഈ ഒരു യാത്ര ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഞങ്ങൾ ടോട്ടലായിട്ട് 5 പേരുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് മംഗലാപുരം വരെ ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. ഒരാൾക്ക് 255 രൂപയാണ് സ്ലീപ്പറിൽ വരുന്ന ചാർജ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 മണിയോടുകൂടി ഞങ്ങൾ മംഗലാപുരം സെൻട്രലിലെത്തി. നമുക്കിനി ഇവിടുന്ന് പോവേണ്ടത് സംസ എന്ന വില്ലേജിലേക്കാണ്. കുദ്രേമുഖിന്റെയും നേത്രാവതി പീക്കിന്റെയും ബേസ് വില്ലേജാണ് സംസ. ഈ റെയിൽവേ സ്റ്റേഷന് 1.5 കിലോമീറ്റർ പോയാൽ നമുക്ക് മംഗലാപുരം SBI ബസ് സ്റ്റാൻഡ് എത്തും. അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള സംസയിലേക്കുള്ള ബസ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നിരവധി ഓട്ടോകൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സംസയിലേക്കുള്ള ബസ്സിന്റെ ടൈം അറിയാത്തതുകൊണ്ട് വെറുതെ നടന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ പോയത്. റെയിൽവേ സ്റ്റേഷന് SBI ബസ് സ്റ്റാൻഡ് വരെ 50 രൂപയാണ് ഓട്ടോ ചാർജ്. അങ്ങനെ 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ബസ് സ്റ്റാൻഡ് എത്തിയെങ്കിലും അവിടെ അന്വേഷിച്ചപ്പോൾ അടുത്ത സംസയിലേക്കുള്ള ബസ്സിന് 10:15 അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഹോട്ടലിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ബസ്സിനായി വെയിറ്റ് ചെയ്തു. മംഗലാപുരത്ത് നിന്ന് സംസയിലേക്ക് അധികം ബസ് സർവീസുകളൊന്നുമില്ല. സംസയിലേക്കുള്ള ബസ്സിന്റെ ടൈമിംഗ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏത് ബസ് ബ്രോ? ജയരാജോ? അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ സംസയിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ് കണ്ടുപിടിച്ചൂലേ? ഇതന്നെയാണോ? അവിടെ എന്താ എഴുതിയിരിക്കണേ? എന്ത് എക്സ്പ്രഷൻ? അല്ല, താഴെ എന്തോ എക്സ്പ്രഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ജയരാജ. എന്തായാലും സീറ്റ് പിടിക്കുവാ. നമ്മുടെ ഈ ഒരു ബസ് ഇവിടുന്ന് 10:15 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും 9:30 ആകുമ്പോഴേക്കും ബസ് സ്റ്റാൻഡിലേക്ക് എത്തും. ഞങ്ങൾ എന്തായാലും ഇവിടെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ തിരക്ക് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടി. അങ്ങനെ കൃത്യം 10:15 നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ ഒരു ബസ് മംഗലാപുരത്ത് നിന്ന് കലാസ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. കലാസ എത്തുന്നതിന്റെ 10 കിലോമീറ്റർ മുന്നിലായിട്ടാണ് നമുക്ക് ഇറങ്ങേണ്ട സംസ എന്ന വില്ലേജ് വരുന്നത്. മംഗലാപുരം ടൗണിൽ നിന്ന് സംസയിലേക്ക് 110 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 4.5 മണിക്കൂറോളം ബസ് യാത്രയുണ്ട്. ഒരാൾക്ക് 184 രൂപയാണ് ബസ് ചാർജ്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം സംസയിലെത്തി ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ കുദ്രേമുഖ് ട്രക്കിങ്ങും പിറ്റേ ദിവസം നേത്രാവതി ട്രക്കിങ്ങും കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാനാണ്. അങ്ങനെ ടോട്ടൽ 3 ദിവസത്തെ പ്ലാനായിരുന്നു ഇത്. നേത്രാവതിന്റെയും കുദ്രേമുഖ് ട്രക്കിന്റെയും എൻട്രി ടൈം വരുന്നത് രാവിലെ 6 മുതൽ 11 മണി വരെയാണ്. മംഗലാപുരത്ത് നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കില്ല. മംഗലാപുരത്ത് നിന്ന് സംസയിലേക്കുള്ള ആദ്യത്തെ ബസ് രാവിലെ 6 മണിക്കാണ്. പക്ഷേ ആ ഒരു ബസ്സിൽ വന്നാൽ നമുക്ക് ഇവിടെ എത്തി ട്രക്കിങ്ങിന് പോകാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ തലേദിവസം അവിടെ പോയി സ്റ്റേ ചെയ്യുന്നത്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുദ്രേമുഖ് നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങളാണ്. കർണാടകയിലെ ചിക്കമംഗളൂരു ഡിസ്ട്രിക്റ്റിലാണ് കുദ്രേമുഖ് നാഷണൽ പാർക്ക് വരുന്നത്. നമ്മളീ പോകുന്ന നേത്രാവതി ട്രക്കിങ്ങും അതേപോലെ കുദ്രേമുഖ് ട്രക്കിങ്ങും എല്ലാം ഈ ഒരു കുദ്രേമുഖ് നാഷണൽ പാർക്കിന്റെ കീഴിലാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ്. കുദ്രേമുഖ് നാഷണൽ പാർക്കിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും.
അങ്ങനെ ഞങ്ങളിപ്പോൾ സംസ എന്ന വില്ലേജിലെത്തി. സമയം 2:45. മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് 4.5 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മുടെ ബസ്സിന് ഇവിടുന്ന് പോകുന്നത് നേരെ കലാസിയിലേക്കാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ കൂടിയുണ്ട് കലാസിയിലേക്ക്. ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് കലാസ വരെ ഡയറക്റ്റ് ആയിട്ട് നിരവധി ബസ്സുകൾ കിട്ടും. പിന്നീട് കലാസയിൽ നിന്നും ഈ സംസ എന്ന വില്ലേജിലേക്ക് ബസ്സിലോ അല്ലെങ്കിൽ ജീപ്പിലോ നിങ്ങൾക്ക് വരാൻ സാധിക്കും. മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഈ ഒരു ബസ്സിലല്ലാതെ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. ഈ കാണുന്ന സംസ എന്ന വില്ലേജാണ് കുദ്രേമുഖ് ട്രക്കിങ്ങിന്റെയും നേത്രാവതി ട്രക്കിങ്ങിന്റെയും ബേസ് വില്ലേജ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഒരുപാട് ഹോം സ്റ്റേകളും അതേപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ ചെറിയ ഹോട്ടലുകളുമുണ്ട്. സമയം 2:45 ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത്. സീസൺ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ടും ഫുഡിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ച് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള റൂം അന്വേഷിക്കാൻ തുടങ്ങി. ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്ക ഹോം സ്റ്റേകളും ഫുള്ളായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ വെച്ച് ഒരു മലയാളി ചേട്ടനെ കണ്ടു. പുള്ളിക്കാരന് ഇവിടെ നിരവധി ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ചെറിയ റൂം സെറ്റാക്കി തന്നു. ഇവിടെ ചെറുതും വലുതുമായ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ലോ ബഡ്ജറ്റായി നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സ്വർഗം തന്നെയായിരുന്നു. 5 പേർക്ക് 2 ദിവസത്തിന് 3000 രൂപയായിരുന്നു ഇവിടുത്തെ എമൗണ്ട്. അതായത് ഒരാൾക്ക് 2 ദിവസത്തിന് 600 രൂപ മാത്രമേ വന്നുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയാണ് നമ്മൾ കുദ്രേമുഖ് ട്രക്കിങ്ങിന് പോകുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേത്രാവതി ട്രക്കിംഗ് കൂടി കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഈ 2 ട്രക്കിങ്ങിന്റെയും ബേസ് വില്ലേജ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരവിടെ തന്നെ സ്റ്റേ ചെയ്താൽ മതി. ഇതാണ് ഞങ്ങളിപ്പോൾ എടുത്ത റൂം. ഇവിടെ 2 റൂമും 5 ബെഡും ഉണ്ടായിരുന്നു. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടും അതേപോലെ തന്നെ സീസൺ ടൈം ആയതുകൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഈ ഒരു റൂം കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇതിനേക്കാളും സൗകര്യമുള്ള സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ വേറെയും നിരവധി ഹോം സ്റ്റേകളുണ്ട്. ഞാൻ എന്തായാലും പുള്ളിക്കാരന്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂസഫ് എന്നാണ് പുള്ളിയുടെ പേര്. മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരില്ല. പുള്ളിക്ക് ഇതല്ലാതെ ഇവിടെ നിരവധി ഹോം സ്റ്റേകൾ വേറെയും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ റൂമിന്റെ തൊട്ടടുത്തായി തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിടന്നു. അങ്ങനെ അടുത്ത ദിവസമായി. സമയം രാവിലെ 6 മണി കഴിഞ്ഞു. എല്ലാവരും തന്നെ രാവിലെ നേരത്തെ അണിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കുദ്രേമുഖ് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് പൂട്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചെറിയ ബാഗിലാക്കി എടുത്തു. അങ്ങനെ ഞങ്ങളിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ച ഹോട്ടലിന് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു. കാരണം രാവിലെ നേരത്തെ ട്രക്കിങ്ങിന് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് പോയാൽ ചിലപ്പോൾ ഫുഡ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഫുഡൊക്കെ തലേദിവസം തന്നെ പറഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാണുന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതും അതേപോലെ ഇന്നേക്കുള്ള ഫുഡെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് ഹോം സ്റ്റേകൾ കിട്ടും. പക്ഷേ അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ആക്കിയത്. പിന്നെ ഈ ഒരു കുദ്രേമുഖ് ട്രക്കിങ്ങിന് പ്ലാസ്റ്റിക് അലോഡല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് ഐറ്റംസ് എല്ലാം പൊട്ടിച്ചൊരു പേപ്പറിലാക്കി. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഫുഡെല്ലാം പറഞ്ഞു വെച്ചതുകൊണ്ട് ഞങ്ങൾ പോയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ലഞ്ചും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് പാഴ്സലാക്കിയത് പുലാവായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 40 രൂപയും ഉച്ചയ്ക്കുള്ള ഫുഡ് പാഴ്സൽ ചെയ്യാൻ 70 രൂപയുമായി. അവിടെ നിന്ന് ഒരു ടിഫൻ ബോക്സിലാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് പാഴ്സലാക്കുന്നത്. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന സമയത്ത് ആ ഒരു ടിഫൻ ബോക്സ് ഇവിടെ ഏൽപ്പിക്കണം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഉച്ചയ്ക്കുള്ള ലഞ്ചും പാഴ്സലാക്കി നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു സംസ എന്ന വില്ലേജിൽ നിന്ന് കുദ്രേമുഖ് ട്രക്കിങ്ങിന്റെ എൻട്രി പോയിന്റിലേക്ക് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്നുള്ള ലോക്കൽ ജീപ്പുകളിൽ മാത്രമാണ് നമുക്ക് ആ ഒരു എൻട്രി പോയിന്റ് വരെ പോകാൻ സാധിക്കൂ. നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ടൊന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. കൂടാതെ അത് അത്യാവശ്യം നല്ല ഓഫ് റോഡുമാണ്. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിന് വരുന്നതിന് മുന്നേ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് വേണം വരാൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് പോകാനുള്ള നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ റൂം സെറ്റാക്കി തന്ന അതേ പുള്ളിക്കാരൻ്റെ അടുത്താണ് ഞങ്ങൾ ജീപ്പ് പറഞ്ഞത്. ഒരു ജീപ്പിന് മാക്സിമം 2500 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ചാർജ്. ഒരു ജീപ്പിൽ മിനിമം 9 അല്ലെങ്കിൽ 10 പേർക്ക് പോകാൻ സാധിക്കും. നിങ്ങളിപ്പോൾ 2 പേരാണെങ്കിലും 10 പേരാണെങ്കിലും ആ ഒരു ജീപ്പിന്റെ ഫുൾ എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജീപ്പ് ഷെയറിംഗ് ആണ്. രാവിലെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നാൽ നമുക്ക് ജീപ്പ് ഷെയറിങ്ങിന് ആളെ കിട്ടിയെന്ന് വരില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന കൂടുതൽ പേരും പാക്കേജ് എടുത്ത് വരുന്നവരാണ്. പിന്നെ നമ്മളെപ്പോലെ ഡയറക്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ ജീപ്പ് തലേ ദിവസം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിരിക്കണം. ഞങ്ങൾ പോയ ഈ ഒരു ജീപ്പിൽ ഞങ്ങൾ 5 പേര് കൂടാതെ വേറൊരു 4 പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 9 പേരായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ജീപ്പിൽ പോയത്. അപ്പോൾ ഞാൻ എന്തായാലും പുള്ളിക്കാരൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്റ്റേയോ അതേപോലെ തന്നെ ജീപ്പോ ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി.
അങ്ങനെ നമ്മളിപ്പോൾ എൻട്രി പോയിന്റിലേക്ക് എത്തി. ഇതുവരെയാണ് ജീപ്പെല്ലാം വരുന്നത്. ഇനി ഇവിടുന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഗൈഡ് മസ്റ്റാണ്. ഗൈഡ് ഇല്ലാതെ ഈ ഒരു ട്രക്കിങ്ങിന് പോകാൻ സാധിക്കില്ല. 10 പേരടങ്ങുന്ന ഒരു ടീമിന് ഒരു ഗൈഡ് വെച്ചിട്ട് 1000 രൂപ കൊടുക്കേണ്ടി വരും. അവിടുത്തെ ആ വില്ലേജിലെ ആളുകളായിരിക്കും നമുക്ക് ഗൈഡായിട്ട് വരുന്നത്. അല്ലാതെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഗൈഡുകളെ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ വരുന്ന ജീപ്പുകാരോട് പറഞ്ഞാൽ അവർ നമുക്ക് ഗൈഡുകളെ സെറ്റാക്കി തരും. അങ്ങനെ നമ്മളിപ്പോൾ കുദ്രേമുഖ് ട്രക്കിങ്ങിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. നമ്മളിതുവരെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യത്തെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ക്ലിയർ ആയി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. മഴയാണെങ്കിൽ ഇവിടെ മൊത്തം കോടമഞ്ഞായിരിക്കും. ഈ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ എൻട്രി പാസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ സാധിക്കൂ. ഓൺലൈൻ വഴിയാണ് ഈ ട്രക്കിങ്ങിനുള്ള എൻട്രി പാസ് എടുക്കേണ്ടത്. ഡയറക്റ്റായി ഇവിടെ വന്നാൽ നമുക്ക് എൻട്രി പാസ് എടുക്കാൻ സാധിക്കില്ല. എൻട്രി പാസ് എടുക്കാനുള്ള വെബ്സൈറ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുദ്രേമുഖ് ട്രക്കിങ്ങിന് ഒരാൾക്ക് 575 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. പേയ്മെന്റ് എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് പേ ചെയ്യേണ്ടത്. ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ എൻട്രി പാസിന്റെ പ്രിന്റ് ഔട്ടും അതിൽ കൊടുത്ത പ്രൂഫിന്റെ കോപ്പിയും കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങളുടെ എൻട്രി പാസ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ ബാഗ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 8:30 ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. ഇവിടുന്ന് ടോപ്പിലേക്ക് നമുക്ക് അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്ലാസ്റ്റിക്കിന്റെ റെയിൻകോട്ടും അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല. ഇവിടുന്ന് കുദ്രേമുഖ് പീക്കിന്റെ ടോപ്പിലേക്ക് 9 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ടോട്ടലായിട്ട് 18 കിലോമീറ്റർ വരുന്ന ട്രക്കിംഗ് ആണിത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും അതേപോലെ പുൽമേടുകളെല്ലാം കടന്നുകൊണ്ട് നമുക്ക് കുദ്രേമുഖ് പീക്കിന്റെ ടോപ്പിലേക്ക് എത്താൻ. മൺസൂണിന്റെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം വെള്ളമില്ല. നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ റിവർ ക്രോസിങ്ങിലും ഇതേപോലെ കയറെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. കർണാടകയിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങുകളിലൊന്നാണ് ഈ ഒരു കുദ്രേമുഖ് ട്രക്കിംഗ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6214 അടി ഉയരത്തിലാണ് കുദ്രേമുഖ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണിത്. ഈ ഒരു ട്രക്കിങ്ങിന് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ സമയത്താണ്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മൂടൽമഞ്ഞുള്ള താഴ്വാരങ്ങളും കടന്നുള്ള മനോഹരമായൊരു ട്രക്കിംഗ് ആണിത്. കർണാടകയിലെ ചിക്കമാംഗ്ലൂരു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു കുദ്രേമുഖ് വരുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും കാണാൻ. അങ്ങനെ നമ്മളിപ്പോൾ 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടോപ്പിലേക്ക് എത്താൻ 8 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ട്. ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ഇതേപോലുള്ള 7-8 റിവർ ക്രോസിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞാലും ഇവിടെ നിന്നെല്ലാം റീഫിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഷൂസ് ഇട്ടിട്ട് വരാൻ ശ്രമിക്കുക. കാരണം മൺസൂൺ സമയമായതുകൊണ്ട് അട്ടയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് സാനിറ്റൈസറോ അല്ലെങ്കിൽ ഉപ്പോ കൊണ്ടുവരിക. ഞങ്ങൾ പോയ സമയത്ത് അട്ടകടിയൊന്നും കിട്ടിയില്ലെങ്കിലും പോകുന്ന വഴിക്ക് ചെറിയൊരു പാമ്പിനെ കണ്ടിരുന്നു. 10 പേരടങ്ങുന്ന ഒരു ടീമിനെ ഒരു ഗൈഡ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗൈഡുകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടുവേണം നമുക്ക് ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് എൻട്രി പാസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം വരാൻ. അതേപോലെ തന്നെ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കൊടുക്കുന്ന പ്രൂഫിന്റെ കോപ്പിയും ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് കൊണ്ടുവരണം. നിലവിലിപ്പോൾ ഓൺലൈൻ വഴി മാത്രമേ ഇങ്ങോട്ടേക്കുള്ള എൻട്രി പാസ് എടുക്കാൻ സാധിക്കൂ. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നാൽ നമുക്ക് എൻട്രി പാസ് കിട്ടില്ല. എൻട്രി പാസ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 300 പേർക്ക് മാത്രമേ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഉള്ളൂ. ഒരാൾക്ക് എൻട്രി പാസ് വരുന്നത് 575 രൂപയാണ്. വീക്കെൻഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ലോട്ടെല്ലാം ഫുള്ളാവും. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നും അതേപോലെ ബാംഗ്ലൂരിൽ നിന്നുമെല്ലാം ഇങ്ങോട്ടേക്ക് നിരവധി പാക്കേജുകൾ ലഭ്യമാണ്. പക്ഷേ പാക്കേജ് ഒന്നുമില്ലാതെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ട്രക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെനോയിൽ ഇട്ടു മണം വരുന്നു അല്ലേ? ഡെറ്റോളിന്റെ മണം. അട്ട കയറണോണ്ട് ആൾക്കാർ ഇട്ടാണല്ലോ. ഈ ഒരു ട്രക്കിങ്ങിലെ തന്നെ ഏറ്റവും വലിയൊരു റിവർ ക്രോസിംഗ് ആണിത്.
മൺസൂൺ ട്രക്കിങ്ങിന് വന്നിട്ട് കാല് നനയാൻ പറ്റില്ല പറഞ്ഞാൽ എങ്ങനെയാണ് ശരത്ത് ബ്രോ? അവിടെ ടോപ്പിൽ ആൾക്കാർ കയറിപ്പോണ്ട്, നമ്മളെക്കാൾ മുന്നേ പോയവരാണ്. അവിടെ ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ദൂരമായിട്ട് കാണാൻ പറ്റും നമുക്ക്. ആ ഒരു മലയൊക്കെ കയറി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. നമ്മൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറാൻ തുടങ്ങിയത്. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടക്കാനുണ്ടാവും. അതാ മേലെ കൂടെ പോകേണ്ടി വരും. ഇനി ആ കാണുന്ന ഇനി ഇവിടെ നിന്ന് കുത്തനുള്ള കയറ്റമാണ്. ഇത്ര നേരം നമ്മളൊരു നിരപ്പായ സ്ഥലത്തൂടെ തന്നെ വന്നു. കൂടുതലും ചെറിയ അരുവിയും പിന്നെ നിരപ്പായ സ്ഥലമായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനുള്ള കയറ്റമാണ്. കുറേ പേരൊക്കെ അവിടെ നിന്ന് കയറിപ്പോണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവരൊക്കെ മാക്സിമം ലഗേജ് കുറച്ചിട്ട് വേണം വരാൻ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് പൂട്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട വെള്ളവും ഫുഡും മാത്രം ചെറിയൊരു ബാഗിലാക്കി എടുത്തു. ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റം കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ കയറ്റം കയറി ഇനി ഒരു 5 കിലോമീറ്ററോളം ടോപ്പിലേക്ക് പോകാനുണ്ട്. ഇപ്പം നമ്മൾ വന്ന വഴി താഴെയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു, ഇപ്പം നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യുക. കുറേ പേര് താഴെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ശരിക്കും ഇവിടെ വന്ന് ആസ്വദിച്ച് തന്നെ ഇത് കാണണം. ഇത്രയും വരെ കയറിയിലുള്ള എക്സ്പീരിയൻസ് എന്താ? ആദ്യം നല്ല സുഖമായിരുന്നു, പിന്നെ കുറച്ച് സുഖമായി. ആദ്യം കുറച്ച് നിരപ്പായ സ്ഥലമായിരുന്നു, ഇപ്പൊ സ്റ്റീപ്പായില്ലേ? ഇപ്പൊ നല്ല സുഖമാണ്. തണുത്ത കാറ്റ് വരുന്നല്ലേ? മലയുടെ മുകളിൽ കയറിക്കുമ്പോൾ തണുത്ത കാറ്റുണ്ട്. വടി അവിടെ നിന്നിട്ട് വടി അവിടെ നിന്ന് ആരോട്ട് പോയ വടി. അയ്യോ, തണുത്ത കാറ്റടിക്കുമ്പോൾ നല്ല സുഖം. രാവിലെ 6 മണി മുതൽ 11 മണി വരെയാണ് കുതിരൈമുഖ് ട്രക്കിങ്ങിന്റെ എൻട്രി ടൈം വരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ഇവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത്. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരില്ല. രാവിലെ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ എത്തിയാൽ മതി. അതേപോലെ തന്നെ ബാംഗ്ലൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കും സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ ദിവസവും കലാസിയിലേക്ക് നിരവധി ബസ് സർവീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കയറിയാൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കലാസിയിലേക്ക് എത്താം. കലാസിയിൽ നിന്ന് സംസ എന്ന വില്ലേജിലേക്ക് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബസ്സിലോ അല്ലെങ്കിൽ ജീപ്പിലോ നിങ്ങൾക്ക് സംസയിലേക്ക് എത്താം. പിന്നീട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോവാം. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ തന്നെ ജീപ്പും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം വിളിച്ച് പറഞ്ഞിരിക്കണം. ട്രക്കിംഗ് കഴിഞ്ഞ് വൈകുന്നേരവും നിങ്ങൾക്ക് കലാസിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നിരവധി ബസ്സുകൾ കിട്ടും. അങ്ങനെ ഞങ്ങളിപ്പോ ആദ്യത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റിലെത്തി. ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ 300 സ്ലോട്ടും ഫുള്ളായിരുന്നു. ടോപ്പിലേക്ക് പോകുന്ന എല്ലാവരും തന്നെ ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സമയം 10 മണിയായി. ഇനി ഇവിടുന്ന് ടോപ്പിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ടോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. കാരണം ഏറ്റവും ടോപ്പിൽ നമുക്ക് മാക്സിമം 1.5 വരെ മാത്രമേ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും താഴെ ഇറക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ടോപ്പിലേക്ക് എത്തണം. ഇവിടുന്ന് മുന്നോട്ട് പോകുന്തോറും ഇവിടെ നിന്നുള്ള കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അത് നിങ്ങൾക്കിവിടെ നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. മനസ്സിനു കുളിരെഴുമഴകു
നല്ല തണുപ്പുണ്ട്. മഴ ഇതുവരെ പെയ്തിട്ടേ ഇല്ല. ഇനി നമുക്കൊരു ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു പുൽമേടുകളാണ്. ഇവിടെ കുറച്ചിങ്ങനെ തണലുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ തണൽ പോയി പുൽമേടാവും. അപ്പോൾ വീണ്ടും നല്ല വെയിലായിരിക്കും. മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക്. ഞങ്ങളിപ്പോൾ 4 കിലോമീറ്റർ ആയപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം തീർന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടുന്ന് വെള്ളമെല്ലാം റീഫിൽ ചെയ്തു. ടോപ്പിലെത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുന്നേ വരെ നമുക്ക് വെള്ളം കിട്ടും. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള എല്ലാ കാഴ്ചകളും ക്ലിയറായി തന്നെ കാണാൻ സാധിച്ചു. മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ മൊത്തം കോടമഞ്ഞായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ഫുള്ള് മഴയുള്ള സമയത്താണെങ്കിലും വേറൊരു ഫീൽ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഇതേ ജൂൺ മാസത്തിന് ഞങ്ങൾ ഈ ഒരു കുതിരമുഖ് ട്രക്കിങ്ങിന് വന്നിരുന്നു. ആ ഒരു സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോയി ആ കാണുന്ന ടോപ്പിലേക്ക് എത്തണം നമുക്ക്. ഇനിയാണ് ബ്രോ കഥ ആരംഭിക്കണേ. ഇനി ഇവിടെ നിന്ന് ഫുള്ള് കുത്തനുള്ള കയറ്റമാണ്. ഈ മലയെല്ലാം കയറി കഴിഞ്ഞാലേ ഒരു നിരപ്പായൊരു സ്ഥലം വരും. അത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു കുഴി, ചെറിയൊരു കയറ്റം. അത് കഴിഞ്ഞാൽ എത്തി. ഈ ഒരു ട്രക്കിങ്ങിൽ അവസാനത്തെ ഒരു 3 കിലോമീറ്റർ അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രക്കിംഗ് നമുക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രക്കിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവസാനത്തെ ഒരു 3 കിലോമീറ്റർ മാത്രമാണ് അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമുള്ളത്. ടോപ്പിലേക്ക് പോകുന്ന വഴി ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഓരോ സൈൻ ബോർഡ് ഉണ്ടാവും. ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ കൂടിയുണ്ട് കുദ്രേമുഖ് പീക്കിന്റെ ടോപ്പിലേക്ക് എത്താൻ. അത്യാവശ്യം വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രക്കിങ്ങിൽ നമുക്ക് ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഇതേപോലുള്ള ചെറിയ ചെറിയ അരുവികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനൊരു പ്രശ്നം വരില്ല. അങ്ങ് ദൂരെ കാണുന്ന മഞ്ഞുമൂടി നിൽക്കുന്ന ഭാഗങ്ങളാണ് നേത്രാവതി പീക്ക്. കർണാടകയിലെ തന്നെ മനോഹരമായ മറ്റൊരു ട്രക്കിംഗ് ആണ് നേത്രാവതി ട്രക്കിംഗ്. നമ്മൾ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്ത സംസ എന്ന വില്ലേജ് തന്നെയാണ് നേത്രാവതി ട്രക്കിങ്ങിന്റെയും ബേസ് വില്ലേജ്. ഞങ്ങൾ ഇന്ന് ഈ ഒരു കുദ്രേമുഖ് ട്രക്കിംഗ് കഴിഞ്ഞ് നാളെ രാവിലെ നേത്രാവതിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു കുദ്രേമുഖ് ട്രക്കിങ്ങിനേക്കാളും ഈസിയാണ് നേത്രാവതി ട്രക്കിംഗ്. കുദ്രേമുഖ് ട്രക്കിംഗ് ടോട്ടലായിട്ട് 18 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷേ നേത്രാവതി ടോട്ടൽ 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേത്രാവതി ട്രക്കിംഗ് 2ാം ദിവസമാക്കിയതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമുക്ക് ഈ സംസ എന്ന വില്ലേജിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള അവസാനത്തെ ബസ് വൈകുന്നേരം 3:30-ക്കാണ്. നേത്രാവതി ട്രക്കിങ്ങിന് രാവിലെ നേരത്തെ കയറിയാൽ നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്കുള്ള അവസാനത്തെ ബസ് നമുക്ക് കിട്ടും. അതേസമയം ബാംഗ്ലൂരിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരില്ല. കാരണം ബാംഗ്ലൂരിലേക്ക് നൈറ്റ് ആണെങ്കിലും നിരവധി ബസ്സുകൾ കിട്ടും. ഞാൻ എന്തായാലും മംഗലാപുരത്ത് നിന്ന് സംസയിലേക്കും സംസയിൽ നിന്ന് മംഗലാപുരത്തേക്കുമുള്ള ബസ്സിന്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല കുത്തനുള്ള കയറ്റമാണ്. ഇന്നാണെങ്കിൽ മഴയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ എല്ലാം ക്ലിയറായി കാണാം. ഇനി ടോപ്പിക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും. നമ്മൾ മഴ വരുമ്പോഴേക്കും ടോപ്പ് എത്തി വെച്ച് നമുക്ക് അവിടുത്തെ വ്യൂ കിട്ടും. ചെറുതായൊരു മഴക്കാറുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയണേ രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യൂ ആണ്. ആ ഒരു സൈഡ് മാത്രം ഫുള്ള് കോട അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു താഴത്തു നിന്നാണ്. അവിടെ ഫുള്ള് കോട അടിച്ചിട്ടുണ്ട്. നാടൊന്നു കാണാൻ പോകാം, മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം.
മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അവിടെ. 1.5 മണിക്കൂർ. അതാണ് അവിടെ എത്തി വെച്ച് വേഗം റിട്ടേൺ വരേണ്ടി വരും. ആ ഇനി 2 കിലോമീറ്റർ ഇതെവിടെ എഴുതി വെച്ചിരിക്കണ്ട. ഇത് കുത്തനുള്ള കയറ്റമാണ് ബ്രോ. അത് ഞാൻ പറയാം, കുത്തനുള്ള കയറ്റമായതുകൊണ്ട് നമുക്ക് ക്ഷീണമായതാ. സമയം 12 മണിയാവാനായി. താഴ്ന്ന ഇപ്പോഴും കുറെ പേരൊക്കെ കയറി വരുന്നേ ഉള്ളൂ. രാവിലെ നേരത്തെ കയറിയ കുറെ പേരെല്ലാം ടോപ്പിലെത്തി തിരിച്ച് താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. നമുക്കിനി ടോപ്പിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ കൂടി ഉണ്ട്. ശരത് കുമാർ എസ് എങ്ങനെയുണ്ട്? നമുക്ക് ഇനി ഏകദേശം ഒരു സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്. നമ്മളിപ്പോൾ ഏകദേശം ടോപ്പ് എത്താനായി. ഇവിടെ നിന്ന് കയറി വന്ന വഴി പൊട്ടയാണ്. ഈ മഞ്ഞ് കാണുന്നതിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ വന്നവിടെയൊക്കെ മഞ്ഞായി. താഴ്ന്ന് ആൾക്കാർ ഇപ്പോഴും കയറി വരുന്നുണ്ട്. സമയം ഇപ്പോൾ 12 മണി ആവാനായി. ടോപ്പിൽ 1:30 വരെ നമുക്ക് നിൽക്കാൻ ഉള്ള പെർമിഷനുള്ളൂ. ഇവിടുത്തെ വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നേരിട്ട് തന്നെ കണ്ടാലാണ് ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല വെയിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, മഴയായിരിക്കുന്നു പ്രതീക്ഷിച്ച്. പക്ഷെ നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. മഴ തിരിച്ചിറങ്ങുമ്പോഴും ഇങ്ങനെയാണോന്നറിയില്ല. മഴ പെയ്യുന്ന പ്രതീക്ഷയോടെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ് അല്ലേ. മഴ പെയ്യുമ്പോൾ വന്നതാണ്. നല്ല വെയിൽ, മഴയില്ല. ഏകദേശം ടോപ്പ് എത്തി. അതാ ആ കാണണ ടോപ്പ്. ഇനി കുറച്ചൊരു നിരപ്പായ സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഇറക്കം വരും. അത് കഴിഞ്ഞ് വീണ്ടും ആ കാണുന്ന ചെറിയൊരു കയറ്റം കയറിയ ടോപ്പ് എത്തി. സമയം 12 മണിയാവാനായി. ഒരു 1:30 വരെ നമുക്ക് അവിടെ നിൽക്കാനുള്ള പെർമിഷനുള്ളൂ. നമ്മളെന്തായാലും എത്തും. ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് വിചാരിക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ഒരു ട്രക്കിങ്ങിന് വന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോഴാണ് മഴ വന്നത്. പിന്നീട് ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് വരെയും ആ ഒരു മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ല മഴക്കാറുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ടോപ്പിലേക്ക് നടന്നു. ഇതാ കാണാൻ ടോപ്പ്. നമ്മളിനി ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലേക്ക് എത്താനായി. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്റർ മാത്രമേ ഉള്ളൂ ടോപ്പിലേക്ക്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. ടോപ്പിലേക്ക് എത്തി തിരിച്ചു വരുന്നവരൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വെള്ളം ഫില്ല് ചെയ്ത് നേരെ ടോപ്പിലേക്ക് നടന്നു. ടോപ്പിൽ നമുക്ക് മാക്സിമം 1:30 വരെ നിൽക്കാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പോൾ വന്നത് ജീപ്പ് ഷെയറിംഗ് ആയതുകൊണ്ട് നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന മറ്റു ടീമുകളെല്ലാം താഴെ എത്തുന്ന അതേ സമയം തന്നെ നമുക്കും തിരിച്ച് താഴേക്ക് എത്തണം. കാരണം എല്ലാവരും എത്തിയതിനു ശേഷം മാത്രമേ നമ്മുടെ ജീപ്പ് അവിടെ നടക്കൂ. അമ്മ തിരിച്ചിറങ്ങണം. അവസാനം ടോപ്പിലെത്തി. ആ കാണുന്നതാണ് ടോപ്പ്. സമയം 12:30 ആവണം. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ പേര് താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ ഈ കാണുന്ന മല അവിടെന്ന് കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര മണിക്ക് കയറിയത്? 8:15 8:15 8 9 10 14 4 മണിക്കൂർ എടുത്തു അല്ലേ. 9 കിലോമീറ്റർ ആണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ടോപ്പിലേക്ക് എത്തി. സമയം ഉച്ചയ്ക്ക് 12:30 കുറെ പേരെല്ലാം നേരത്തെ തന്നെ ടോപ്പിലേക്ക് എത്തി തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന കൂടുതൽ പേരും പാക്കേജ് എടുത്ത് വരുന്നവരാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നും അതേപോലെ ബാംഗ്ലൂരിൽ നിന്നുമെല്ലാം ഇങ്ങോട്ടേക്ക് നിരവധി പാക്കേജുകൾ ലഭ്യമാണ്. ഞങ്ങളെപ്പോലെ പാക്കേജ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വന്നവർ വളരെ കുറവായിരുന്നു. ഒരു ദിവസം 300 പേർക്കാണ് ഈ ഒരു ട്രക്കിങ്ങിനുള്ള സ്ലോട്ട് ഉള്ളത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പിന്നെ ഇതൊക്കെ നമ്മുടെ ഇനി തിരിച്ച് താഴേക്ക് ഇറങ്ങണം. പിന്നെ നാളെ വേറെയും കയറും വേണം. കർണാടകയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങുകളിലൊന്നാണ് ഈ ഒരു കുദ്രേമുഖ് ട്രക്കിംഗ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6214 അടി ഉയരത്തിലാണ് കുദ്രേമുഖ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണിത്.
പിന്നെ ഈ ഒരു കുതിരമുഖ ട്രക്കിങ്ങിന് മാത്രമായി മംഗലാപുരത്ത് നിന്ന് ബസ് മാർഗം ഇങ്ങോട്ടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് എത്തണം. കാരണം 3:30ക്കാണ് മംഗലാപുരത്തേക്കുള്ള അവസാനത്തെ ബസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ തലേ ദിവസം ഇവിടെ എത്തി സ്റ്റേ ചെയ്ത് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ ട്രക്കിംഗ് ആരംഭിച്ച് പെട്ടെന്ന് തന്നെ ടോപ്പിലേക്ക് എത്തി തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് അടുത്ത ദിവസം രാവിലെയാണ് മംഗലാപുരത്തേക്കുള്ള ബസ് ഉള്ളത്. ഞങ്ങളിപ്പോൾ നാളെ നേത്രാവതി ട്രക്കിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. നേത്രാവതി ട്രക്കിംഗ് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള അവസാനത്തെ ബസ്സിൽ നമുക്ക് മംഗലാപുരത്തേക്ക് പോകാൻ പറ്റും. ടോപ്പിലെത്തിയ സമയത്ത് ഒരു സൈഡ് മൊത്തം കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇതുവരെ നമുക്ക് മഴയൊന്നും കിട്ടിയില്ലെങ്കിലും ടോപ്പിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ടോപ്പിലേക്ക് എത്തിയ എല്ലാവരും തന്നെ ഫുഡെല്ലാം കഴിച്ച് ഓരോ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച് കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അങ്ങനെയുണ്ട് പുലാവ്. അങ്ങനെ നമ്മൾ ഇവിടെ നേരം കുറച്ചേരം ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ റിട്ടേൺ താഴേക്ക് ഇറങ്ങുകയാണ്. സമയം 1:15. 1:30 വരെയാണ് ഇവിടെ നിൽക്കാനുള്ള മാക്സിമം ടൈമുള്ളത്. അത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ താഴേക്ക് റിട്ടേൺ ഇറങ്ങണം. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ടോപ്പിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സും അതേപോലെ ഗൈഡുകളും നമ്മളെ കൃത്യം 1:30 ആകുമ്പോഴേക്കും തിരിച്ച് താഴേക്ക് ഇറക്കും. ഇനി ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂർ എടുക്കും നമുക്ക് താഴേക്ക് എത്താൻ. ശരിക്കും ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളുടെ ഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അത് നിങ്ങൾക്കിവിടെ നേരിട്ട് വന്നാൽ മാത്രമേ മനസ്സിലാവൂ. ഫൈനലി നമ്മളിപ്പോൾ താഴെ എത്തി. നമ്മൾ 1:45 ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ 5:30 ആകുമ്പോൾ താഴെ എത്തി. ഏകദേശം 4 മണിക്കൂർ എടുത്തു നമുക്ക് മുകളിൽ നിന്ന് താഴെ എത്താൻ. ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന വേറെ ടീംസ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി. ഇവിടെ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂം സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി. നാളെ രാവിലെ നേത്രാവതി ട്രക്കിങ്ങിന് പോകാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. ഈ ഒരു ട്രക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. എന്നാൽ അതിൽ കയറിക്കോ.